ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഘടനയെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിക്കും. അതിൻ്റെ പ്രമുഖ നേതാക്കന്മാരെയൊക്കെ തിഹാർ ജയിലിലും ബാക്കിയുള്ളൊരു വിയ്യൂർ ജയിലിലും ഒക്കെ പാർപ്പിക്കുകയും ചെയ്തിട്ട് കുറച്ച് നാളായി, കൊല്ലം 2-3 കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നിവർ മുദ്രാവാക്യം വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ എന്ന് മുദ്രാവാക്യം വിളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പിണറായി പോലീസ് ഇതൊക്കെ തമാശയാണ്, മുദ്രാവാക്യം വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമായിട്ടുള്ളതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കേന്ദ്രം ഇറങ്ങി പെരുമാറുകയും ഈ നേതാക്കന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് പോയി സംഘടനയെ നിരോധിക്കുകയും ചെയ്തപ്പോൾ ഇവരൊക്കെ ഇതിലെ താത്വിക ആചാര്യന്മാരടക്കം എല്ലാവരും തല മണലിൽ പൂഴ്ത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും തല പൊക്കി തുടങ്ങി. ഇടക്കാലത്ത് ഇവർ അംബേദ്കർ ജയന്തിയും അതുപോലെ അയ്യങ്കാളി ജയന്തിയും മാത്രം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ വല്ല ഭൂമികുലുക്കോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ പോയി സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിലേക്ക് മാത്രമേ ഒതുങ്ങി. ഇപ്പോൾ അവർ ഈ സന്നദ്ധ പ്രവർത്തനമൊക്കെ നിർത്തി, അയ്യങ്കാളിയെ അംബേദ്കറെയൊക്കെ വിട്ടു. ഇപ്പോൾ വീണ്ടും വെട്ടുകത്തി, വാക്കത്തി, കോടാലി മുതലായ മാരകായുധങ്ങൾ എടുത്ത് വീണ്ടും രംഗത്തിറങ്ങുന്നതിൻ്റെ ഒരു തിരപ്പുറപ്പാടാണ് ഇവിടെ കാണുന്നത്. SDPI എന്നുള്ള പേര് വെറും ആൾപ്പേര് മാത്രമാണ്. യഥാർത്ഥത്തിൽ പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള വിധ്വംസക സംഘടനയുടെ കരാളഹസ്തങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.